നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജൻറ്റീനയ്ക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു പരാഗ്വെ അവരെ പരാജയപ്പെടുത്തിയത്. പരാഗ്വെയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം അരങ്ങേറിയിരുന്നത്. ഇനിയിപ്പോൾ പെറുവിനെതിരെയാണ് അർജൻറ്റീന അടുത്ത മത്സരം കളിക്കുക. വരുന്ന ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഈ ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഇപ്പോൾ ഒട്ടും എളുപ്പമല്ല. സമീപകാലത്ത് പരിക്കുകൾ അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. ലിസാൻഡ്രോ മാർട്ടിനസ്, ജെർമൻ പെസല്ല, നിക്കോളാസ് ഗോൺസാലസ് എന്നിവർ പരിക്ക് കാരണം നേരത്തെ തന്നെ പുറത്തായിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ മത്സരത്തിൽ 3 താരങ്ങൾക്ക് പരിക്കേറ്റത്. ക്രിസ്ത്യൻ റൊമേറോ പരിക്കിൻ്റെ പിടിയിലാണ്. അതുപോലെ തന്നെ നെഹുവേൽ മൊളീന, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ എന്നിവരും പരിക്കിൻ്റെ പിടിയിലാണ്. പ്രതിരോധത്തിൽ പരിക്കുകൾ അലട്ടുന്നത് കൊണ്ട് തന്നെ ഫക്കുണ്ടോ മെഡീനയെ നേരത്തെ സ്കലോണി ടീമിലേക്ക് എടുത്തിരുന്നു. കൂടാതെ ജൂലിയാനോ സിമയോണിയെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ടീമിലേക്ക് വിളിക്കുകയും ചെയ്തിരുന്നു. മൊളീനയുടെ പകരമായിക്കൊണ്ടാണ് സിമയോണിയെ സ്കലോണി ഇപ്പോൾ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത മത്സരത്തിൽ പ്രതിരോധ നിരയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. ക്രിസ്ത്യൻ റൊമേറോയുടെ സ്ഥാനത്ത് ബാലർഡി ആയിരിക്കും കളിക്കുക. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഗോൺസാലോ മോൻറ്റിയേൽ ഉണ്ടാകും. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ടാഗ്ലിയാഫിക്കോ ഓക്കെ ആയിട്ടില്ലെങ്കിൽ ഫക്കുണ്ടോ മെഡീനയായിരിക്കും കളിക്കുക എന്നാണ് TVC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചുരുക്കത്തിൽ ഡിഫൻസിൽ പുതിയ താരങ്ങളെ വെച്ചുകൊണ്ടായിരിക്കും അർജൻറ്റീന ഇറങ്ങുക. ഇത്തരം പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടെങ്കിലും പെറുവിനെതിരെയുള്ള മത്സരത്തിൽ വിജയ വഴിയിലേക്ക് തിരിച്ചെത്താൻ കഴിയും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.